തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭീഷണിയായി വിമതശല്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം നിലനിർത്താൻ ലക്ഷ്യമിടുന്ന LDFന് ഭീഷണിയായി വിമതശല്യം. ചെമ്പഴന്തിയിലും വാഴോട്ടുകോണത്തുമാണ് സീറ്റ് കിട്ടാതിരുന്ന പ്രാദേശിക CPM നേതാക്കൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. CPM ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകനും മുൻ ബ്രാഞ്ച് സെക്രട്ടറി KV മോഹനുമാണ് വിമതരായി മത്സരിക്കാൻ ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്ത് CPM BJP ഡീലുണ്ടെന്ന് CPM നേതാവ് തുറന്നു പറയുകയും ചെയ്തു. ചെമ്പഴന്തിയിൽ തനിക്ക് സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനും BJPയും തമ്മിലുണ്ടാക്കിയ ഡീലാണെന്ന് ആനി അശോകൻ ആരോപിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച പല വാർഡുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളിക്ക് വോട്ട് കൂടിയതിന്റെ കാരണം ഇതാണെന്നും ആനി വിമർശിച്ചു. കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി 2004 മുതൽ 2010 വരെ പ്രവർത്തിച്ചിരുന്ന ആനി ചെമ്പഴന്തി CPM ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെയാണ് ആനി സ്വതന്ത്രയായി മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ഷീല മോഹനനാണ് ഡിവിഷനിലെ CPM സ്ഥാനാർത്ഥി. മത്സരിക്കാൻ താൽപര്യം അറിയിച്ചപ്പോൾ ആനിക്ക് പാർലമെന്ററി മോഹമുള്ളതാണെന്നും നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ടെന്നുമാണ് കടകംപള്ളി സുരേന്ദ്രൻ കമ്മിറ്റിയിൽ പറഞ്ഞതെന്ന് ആനി പറയുന്നു. കഴിഞ്ഞ തവണ ചെല്ലമംഗലം, ചെമ്പഴന്തി, പൗടിക്കോണം എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ തന്നെ പലരും എതിർപ്പ് പറഞ്ഞിരുന്നു. എന്നാൽ അത് അവഗണിച്ചു. അവരെല്ലാം തോൽക്കുകയും ചെയ്തു. എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ MLA ആയി മത്സരിക്കുമ്പോൾ അവിടെയെല്ലാം നല്ല വോട്ട് കിട്ടുകയും ചെയ്യും. വോട്ട് കച്ചവടമാണ്. ചെമ്പഴന്തിയിലെ വാർഡ് കൗൺസിലറുമായി ബന്ധപ്പെട്ട് അനധികൃത ബന്ധങ്ങളുമുണ്ട്. MLAയും BJPയുമായുള്ള വോട്ട് കച്ചവടമാണിത്. ഇത്തവണ ചെമ്പഴന്തിയിൽ മത്സരിക്കുമെന്നും ആനി പറഞ്ഞു. CPMന്റെ ശക്തി കേന്ദ്രമായ വാഴോട്ടുകോണത്ത് മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന KV മോഹനനാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. പാർട്ടിയിൽ ഇപ്പോൾ ഉൾപാർട്ടി ജനാധിപത്യമില്ലെന്ന് മോഹനൻ പറഞ്ഞു. ആരുമായും ആലോചിക്കാതെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ ലോക്കൽ സെക്രട്ടറിക്ക് ബിസിനസ് താൽപര്യമാണ്. അതിനു പറ്റുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് വേദനയോടെയാണെങ്കിലും മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് ആനി അശോകനും പറഞ്ഞു. 101 സീറ്റുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFന് 52 സീറ്റും NDAക്ക് 35 സീറ്റും UDFന് 10 സീറ്റുമാണുള്ളത്. ഇതിൽ CPMന് തനിച്ച് 39 സീറ്റും BJPക്ക് 35 സീറ്റുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഭരണം നിലനിർത്താൻ CPMന് ഓരോ സീറ്റും നിർണായകമാകുന്ന ഘട്ടത്തിലാണ് പ്രാദേശിക നേതാക്കൾ വിമത ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.